ഇറാൻ മിലിറ്ററി സ്പോക്കസ്മാൻ ജനറൽ ഇബ്രാഹിം സൊൽവഗാനി ഇപ്പോൾ ലോകത്തെ ഞെട്ടിപ്പിച്ചൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഏറെക്കുറെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഇറാൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ലോകത്തോട് വിളിച്ചു പറയുന്ന വ്യക്തിയാണ് ഇറാൻ്റെ മിലിറ്ററി സ്പോക്കസ്മാൻ എന്ന് പറയുന്ന ഇബ്രാഹിം സൊൽവഗാനി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്കക്ക് ഒരു കാലത്തും ഉൾക്കൊള്ളാൻ പറ്റാത്തതും ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും അംഗീകരിക്കാൻ പറ്റാത്തതുമായിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. അതിൻ്റെ കൃത്യമായിരിക്കുന്ന തെളിവും അതിൻ്റെ വീഡിയോ ചിത്രവും അടക്കം അദ്ദേഹം പ്രസിദ്ധീകരിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അമേരിക്കൻ സൈനികരെ തങ്ങൾ കൂട്ടക്കൊല നടത്തിയിരിക്കുന്നു. രാജ്യത്തേക്ക് സൈനികപരമായിരിക്കുന്ന ആക്രമണം നടത്താൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന സംഘത്തെ തങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും അത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുമാണ് അത് തങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള സ്ഥലം കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്. തങ്ങളവിടെ മിസൈൽ പായിച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്തി. 100ഓളം അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്ക, എന്നാൽ സൈനികർക്ക് ചെറിയ പരിക്കുകളേറ്റു എന്ന് മാത്രം പറഞ്ഞ് അവർ അവസാനിപ്പിച്ചു. കുവൈറ്റിലെ ബൂബിയാൻ ദ്വീപിലാണ് ഈ മാരകമായിരിക്കുന്ന സംഭവം നടക്കുന്നത്. ഇവിടേക്കാണ് അമേരിക്ക സൈനികരെ കൂട്ടത്തോടു കൂടി എത്തിപ്പിക്കുകയും പ്രാക്ടിക്കൽ നൽകുകയും അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകമായിരിക്കുന്ന സമയത്ത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത്. അങ്ങനെ മിഡിൽ ഈസ്റ്റിൻ്റെ വ്യത്യസ്ത മേഖലയിൽ 10,000-ഓളം അമേരിക്കൻ സൈനികർ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ്റെ കൈവശത്തിലുള്ള കാർഗ് ദ്വീപ്, ഈ ദ്വീപ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 90% എണ്ണ കയറ്റുമതി നടക്കുന്ന തന്ത്രപ്രധാനമായിരിക്കുന്ന ഒരു ദ്വീപാണ് കാർഗ് ദ്വീപ് എന്ന് പറയുന്നത്. ഇറാൻ്റെ തലച്ചോറെന്നും സാമ്പത്തിക സ്രോതസ്സെന്നും ഈ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെടുന്നു. അത് പിടിച്ചെടുക്കേണ്ട ശേഷം പിന്നീട് കരയുദ്ധം ആരംഭിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖല പിടിച്ചെടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പരമാവധി പ്രദേശത്തേക്ക് നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും. ചെറിയൊരു ദ്വീപാണത്. ആ ദ്വീപ് പിടിച്ചെടുത്തതിന് ശേഷം പിന്നീട് കരയുദ്ധം തുടങ്ങാൻ അല്ലെങ്കിൽ കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കും. അതായത് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാൻ്റെ മേഖല പരമാവധി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഈ അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബൂബിയാൻ ദ്വീപിലേക്ക് സൈനികരെ ഇറക്കുമതി ചെയ്തത്. ഇവിടെ നിന്ന് ഇറാനിലേക്ക് വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ സാധിക്കും. 30 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അപ്പോൾ കടൽ മാർഗം ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വല്ലാത്തൊന്നും എതിർപ്പ് മറ്റ് ലോക രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. യുദ്ധം എന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ പ്രതിരോധ കാര്യങ്ങൾ തീർക്കുക എന്ന് പറയാൻ സാധാരണഗതി രാജ്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ തുർക്കിയുടെ ആകാശത്തിലൂടെ ഇറാൻ ആക്രമിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതിന് തുർക്കി അനുവാദം കൊടുത്തതല്ല. ഇപ്പോൾ തുർക്കി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എതിർക്കുന്ന സമയത്ത് രീതികൾക്കൊക്കെ മാറ്റം വരും എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇറാൻ കൂട്ടക്കൊല ചെയ്തു എന്ന് പറയുന്നതിന് മാത്രമല്ല, അവരുടെ മൃതദേഹം എടുത്തു കൊണ്ടുപോകുന്നതും അത് സംസ്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ അതിന് തുടർച്ചയായ രീതിയിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളായിട്ട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. കുവൈത്തിൻ്റെ സൈനിക ക്യാമ്പിലാണ് ഈ പറയപ്പെട്ട ഈ സംഭവങ്ങൾ നടന്നത് എന്നുള്ളതും ബൂബിയാൻ ദ്വീപ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും മനോഹരമായിരിക്കും ഒരു ദ്വീപാണ്. അതിൻ്റെ ഭാഗത്താണ് അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുവൈത്ത് അനുവാദം കൊടുത്തത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പറയുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ നമ്മൾ പറഞ്ഞു 10,000 സൈനികർ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ 10,000 അല്ല, മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഏകദേശം 1,00,000-ഓളം സൈനികർ വ്യത്യസ്ത മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതായത് ഈ WS ബുഷ് എന്ന് പറയുന്ന USS W ബുഷ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ ഇപ്പോൾ മെഡിറ്ററേനിയൻ തീരം ചേർന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു, എത്തിയിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിൽ ഏകദേശം 5,000-ഓളമോ സൈനികരുണ്ട്. പിന്നീട് അതിൽ 80ഓളം യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള വലിയ യുദ്ധക്കപ്പലാണ്. ഒരു ജെറാർഡ് ഫോൾഡ് ഇപ്പോൾ നിലവിലില്ല, ഗ്രീസിലേക്ക് മാറ്റിയിട്ടുണ്ട് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട്. അതിന് ബദലായിട്ടാണ് ഇതെത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഗൾഫ് തീരത്ത് നങ്കൂരം വിട്ടിരിക്കുന്ന അബ്രഹാം ലിങ്കൺ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അമേരിക്ക സംസാരിക്കുന്നില്ല. വലിയ രീതിയിലുള്ള മുറി അതിന് പറ്റിയത് കൊണ്ട് അവിടെ നീക്കം ചെയ്തിട്ടുണ്ടെന്ന് ചില റിപ്പോർട്ട് കാണുന്നുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അവിടെ തന്നെ ഉണ്ട് എന്നാണ് അമേരിക്കയുടെ വാദം വരുന്നത്. അത് ഒരു കൃത്യമായിരിക്കുന്ന വിവരമായിട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. യുദ്ധത്തിൻ്റെ സ്ഥിതികളുടെ ഗതി മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അഥവാ ഇറാൻ മാത്രമല്ല ഈ യുദ്ധത്തിലുള്ളത് എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ്. കാരണം സാറ്റലൈറ്റ് ചിത്രങ്ങൾ നിരന്തരം എന്ന തരത്തിൽ
ഇറാൻ്റെ കൈവശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് എങ്ങനെ ഈ യുദ്ധം ചെയ്യണം, ഏത് രീതിയിൽ നീങ്ങണം എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ മറ്റൊരു റിപ്പോർട്ട് വന്ന ഡിമോണ ആയുധ നിലത്തിൽ നേരെ വീണ്ടും ആക്രമണം നടത്തി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലകളിൽ ഒന്നാണ് അവരുടെ ആണവ നിലയം, ഡിമോണ ആണവ നിലയം. ആ ആണവ നിലയത്തിൻ്റെ സമുച്ചയത്തിൽ വലിയൊരു സ്ഫോടനം നടന്നതോടുകൂടി ആളുകൾ ചെതറിയോടി. വ്യത്യസ്ത കാരണങ്ങളൊക്കെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, മുൻപ് ഇറാൻ വിക്ഷേപിക്കപ്പെട്ട മിസൈലുകൾ പൊട്ടാതെ കിടന്നത് പൊട്ടിത്തെറിച്ചതാണ് എന്ന റിപ്പോർട്ട്. അതല്ല, പുതിയൊരു മിസൈൽ ഇട്ടിട്ടുണ്ട്, അതാണ് പൊട്ടിത്തെറിച്ചത്. ഈ മേഖലകളിൽ നിന്ന് ഇപ്പോൾ ഏറെക്കുറെ ആളുകൾ ഒഴിഞ്ഞു പോവുകയാണ്. ഈ രാജ്യത്തെ തന്ത്രപ്രധാനമായിരിക്കുന്ന നഗര ഭാഗങ്ങളിലും അതേപോലെ സീപോർട്ട് എയർപോർട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഭാഗങ്ങളിലെല്ലാം ജനങ്ങൾ മാറി നിൽക്കണമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞങ്ങളുടെ ലക്ഷ്യകേന്ദ്രമാണ്. ഇറാൻ്റെ മിസൈലുകൾ എത്തിപ്പെടാത്ത ഒരു പ്രദേശം പോലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ഇല്ല എന്നതിനാൽ ഞങ്ങൾ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച്, അഥവാ ഇസ്രായേൽ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് നിങ്ങൾ നീങ്ങിയിട്ടില്ലെങ്കിൽ അപകടകരമായിരിക്കുന്ന സ്ഥിതി ഉണ്ടാകും. സാധാരണഗതിയിൽ ഗസക്കാരോടും ലബനാൻകാരോടൊക്കെ ഇസ്രായേലാണ് പറയുന്നത്, നിങ്ങൾ ഇന്ന പ്രദേശത്ത് മാറണം, അവിടെ നിൽക്കാൻ പറ്റില്ല, അപകടമാണ്, ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു പറയുകയാണെങ്കിൽ പോലും ആളുകൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ആക്രമിക്കുക എന്നുള്ളതാണ് സാധാരണത്തിൽ ഇസ്രായേൽ ചെയ്യാറുള്ളത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ വധിക്കുക എന്നുള്ളത് അവരുടെ താല്പര്യമല്ല. അത് പല ഘട്ടത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞതോടുകൂടി ഇവിടെ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ഷോക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങളോട് ശത്രുവായിരിക്കുന്ന രാജ്യത്തിലെ ജനങ്ങളാണ് മാറി നിൽക്കണമെന്ന് പറയുന്നത്, തങ്ങൾ ഇന്ന മേഖല ആക്രമിക്കുമെന്ന് പറയുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്നു എന്ന് ചുരുക്കം. പിന്നെ മറ്റൊരു ഭാഗം പറയുന്നത് 17ഓളം അമേരിക്കയുടെ ഈ സൈനിക ബേസ് തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒരു പ്രദേശത്തല്ല, അത് വ്യത്യസ്തമായിരിക്കുന്ന 18 രാജ്യത്തോളം ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഈ 18 രാജ്യവും അമേരിക്കയുടെ സൈനിക ബേസ് ഉള്ളതാണ്. അവസാനം ആക്രമിച്ചാണ് തുർക്കി എന്ന് പറയുന്നത്, അവിടെ അമേരിക്കക്ക് സൈനിക ബേസ് ഉണ്ട്. പിന്നെ ഗൾഫ് രാജ്യങ്ങൾ എല്ലാ സ്ഥലത്തുണ്ട്, ജോർദാനുണ്ട്, ഈജിപ്തിലുണ്ട്. അങ്ങനെ എണ്ണിയാൽ അവസാനിക്കാത്ത അത്ര മേഖലയിലുണ്ട്. അത് 17 ഇടങ്ങളിൽ, രാജ്യമല്ല പറഞ്ഞത്, 17 ഇടങ്ങളിൽ അമേരിക്കയുടെ സൈനിക ബേസ് തകർത്തു എന്ന് മാത്രമല്ല വൻ സാമ്പത്തിക ബാധ്യതയും വലിയ രീതിയിലുള്ള വിഷയങ്ങളും ഉണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടൽ തന്നെയാണ് ഇറാൻ നടത്തിയത്. അവർ ഉദ്ദേശിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഇറാനെ കീഴടക്കാൻ പറ്റുമെന്നാണ്. അവർക്ക് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയില്ല, ഇറാൻ്റെ ചരിത്രത്തെക്കുറിച്ചും അറിയില്ല. അത് അറിയാതെ പോയതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി തന്നെ പറയുകയാണ്. അപ്പോൾ ഇറാൻ്റെ മിലിറ്ററി സ്പോക്സ്മാൻ്റെ ഈ ചില നിലപാടുകളൊക്കെ ചില സമയത്ത് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് പത്രത്തിൽ വരൽ. പിന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഒരു ന്യൂസ് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഏറെക്കുറെ കൊടുക്കാതിരിക്കും. വീണ്ടും പല മീഡിയക്കാരും പല സോഷ്യൽ മീഡിയയിലും സജീവമാകുന്ന സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ തങ്ങൾക്കത് സാരമായിട്ട് ബാധിക്കും എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ ലൈവായിരിക്കുന്ന രീതിയിലുള്ള ആക്രമണം പല ഘട്ടങ്ങളിലും ഇപ്പോൾ ഇറാൻ പറയുന്നത്, ഇറാൻ ചില മീഡിയകളിലൊക്കെ അത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, ഇറാൻ തൊടുത്ത് വിടുന്ന മിസൈലിൻ്റെ പിറകിൽ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നും ഈ ക്യാമറ ഈ ലാപ്ടോപ്പുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇലക്ട്രോണിക് സംവിധാനമായിട്ട് ലിങ്ക് ചേർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പോകുന്നതും വീഴുന്നതും പൊട്ടിത്തെറിക്കുന്നതും സർവനാശം ഉണ്ടാകുന്നതും കുറഞ്ഞൊരു സമയത്തേക്കെങ്കിലും വളരെ പെട്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഈ ക്യാമറ പൊട്ടിത്തെറിച്ച് പോകും, പക്ഷേ അവിടെ പോകുന്നത് കാണാൻ പറ്റും, അവിടെ ഇറങ്ങുന്നത് കാണാൻ പറ്റും, ഇത് പൊട്ടിത്തെറിക്കുന്നതും കാണാൻ പറ്റും. 3 ഘട്ടങ്ങളായിട്ട് ഇത് കാണാൻ വേണ്ടി പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഈ ബോബിയാൻ ദ്വീപുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് കുവൈറ്റ് നീങ്ങിയിരിക്കുകയാണ്. കുവൈറ്റ് നേരെ ഇന്നലെയും ഇന്നൊക്കെ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുന്ന സമയത്ത് അതിന് കൃത്യമായ രീതിയിൽ ഇറാൻ പറയുന്ന വിവരം, ഞങ്ങൾ ആക്രമിക്കുന്നത് ഞങ്ങളുടെ സഹോദര രാജ്യമായിരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളെ അല്ല, പകരം അമേരിക്കയുടെ ബേസുകളെയാണ്. അമേരിക്ക ആ രാജ്യത്ത് ഉണ്ടാകുന്നിടത്തോളം കാലം അവർ ഹോട്ടൽ അഭയം തേടുന്നു, മറ്റു പല മേഖലകൾക്ക് പോകുന്നു. പിന്നീട് അജ്നബികളെ പോലെ ഇന്ത്യ പോലെയുള്ള മറ്റുള്ള ആളുകൾക്കിടയിൽ ജീവിക്കാൻ ഇപ്പോഴത്തെ നിലവിൽ സാഹചര്യം താല്പര്യം കാണിക്കുന്നു. പക്ഷേ ആരും അത് അംഗീകരിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ പൗരൻ ഒരു ഗൾഫ് രാജ്യത്തിൻ്റെ എവിടെ ഉണ്ട് എന്നൊരു കൃത്യമായി തങ്ങൾക്ക് അറിയാമെന്നുള്ളതും അയാളെ തങ്ങൾ ഫോക്കസ് ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള ഗൗരവപരമായിരിക്കുന്ന വിഷയമാണ്.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്താവും എന്നുള്ളതാണ് ലോകം അതിശയത്തോടു കൂടി നോക്കിയത്. അഥവാ ഭൂമിയിൽ ഈ ബൂബിയാൻ ദ്വീപിൽ നിന്ന് അമേരിക്കയുടെ സൈന്യത്തെ ഒഴിവാക്കണമെന്നും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ എംബസിയും കോൺസുലേറ്റും അടിച്ചുപൂട്ടണമെന്നും ഒരു തരത്തിലും ഈ ഭൂപ്രദേശത്തേക്ക് കയറാൻ വേണ്ടി അമേരിക്ക സമ്മതിക്കരുത് എന്നുള്ള അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വരുന്ന സമയത്ത് മറ്റൊരു വശത്ത് ഈ ദ്വീപ് സമുച്ചയം വരണം, അതേപോലെ തന്നെ ഇവിടെ നിന്ന് മറ്റുള്ള ലോകരാജ്യങ്ങളെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളെ തങ്ങളാണ്. കുവൈത്ത് ഒരു സ്വന്തം റിപ്പബ്ലിക്. അങ്ങനെ കുവൈത്തിനെ വല്ലാത്ത രീതിയിൽ പോഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്ക സംസാരിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി നോക്കുന്ന സമയത്ത് ഈ കുവൈത്ത് അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് പോലും അപായപ്പെടുന്ന രീതിയിലാണ് അമേരിക്ക ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.